നമസ്കാരം, ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂഷനിൽ ഓപ്പാസിറ്റിയുടെ ഒരു നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഡാവിഞ്ചിയുടെ എഡിറ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പാസിറ്റി കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്, ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ പോരെന്ന് ചോദിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ രണ്ട് വീഡിയോസ് കോമ്പിനേഷൻ ചെയ്തിട്ട് ഫ്യൂഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഫ്യൂഷൻ ക്ലിപ്പുകളിൽ ഒന്ന് ഓപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മെർജ് നോഡിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ബ്ലെൻഡിങ് ഒക്കെ കുറച്ചിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ മടിയുള്ള ആളാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ആദ്യം കാണിക്കാം. പിന്നെ രണ്ടിലും ഒരേ ഫംഗ്ഷൻ ആണല്ലോ, ഇത് ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം കാണിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നുള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഈ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഇതുവരെ ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പോകുന്നത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിലുള്ള പേജിൽ നേരത്തെ പറഞ്ഞാൽ അതേ പേജാണ് കേട്ടോ. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള ഈ ഒരു പേജിനകത്ത് കയറിയാൽ അവിടെ ഒരുവിധം എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെയും വീഡിയോസ് ഉണ്ട്. അതുപോലെ ഡാവിഞ്ചിയുടെ പ്രത്യേകമായിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഫ്യൂഷൻ്റെ ഡാവിഞ്ചിയുടെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോയിൽ പോകാൻ സെക്കൻഡ് വെൽക്കം ബാക്ക് ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. ഓക്കെ, പ്രൊജക്റ്റിലേക്ക് പോകാൻ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നോഡ് ഒപ്പാസിറ്റി അല്ലെ ഒപ്പാസിറ്റി നോഡ് എന്ന് വേണമെങ്കിൽ അടിക്കുക. ഒപ്പാസിറ്റി നോഡ് പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് നേരെ ഈ ഫ്യൂഷൻ്റെ ടാബിലേക്ക് വരാം. ഓക്കെ, ഫ്യൂഷനിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെയാണ് എഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും പേരിടുകയാണ്. ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. അപ്പോൾ നേരെ ഔട്ടിൽ വന്നു. നമുക്ക് ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലൊന്നും കാണാൻ പറ്റില്ല അല്ലേ. അതുപോലെ ഇവിടെ ടാബുകളിലൊന്നും ഒപ്പാസിറ്റി ഇല്ല. സംശയമുള്ളവരുണ്ടെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ഒപ്പാസിറ്റി എന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഓൾറെഡി ഞാൻ ഒരു ഒപ്പാസിറ്റി ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്രൈറ്റ്നസിൻ്റെ ഐക്കൺ കാണാൻ പറ്റും, ഒരു സൂര്യനെ പോലെ ഒരു ഐക്കൺ കാണാൻ പറ്റും അല്ലേ. ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്പിയർ ആവും. ഇനി ഇല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാം. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് എന്താ ഇതിൻ്റെ പേര്, ബ്രൈറ്റ്നസ് തന്നെയാണെന്ന് തോന്നുന്നു. ബ്രൈറ്റ്നസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കട്ടെ. ഓക്കെ, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ നോഡ് ഇവിടേക്ക് ആഡ് ചെയ്യുക. എന്ത് ചെയ്യുക, ഈ ശരിക്കും ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ആൽഫ നോഡ് കണ്ടോ, RGB റെഡ് ഗ്രീന് ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ആൽഫ എന്ന് പറഞ്ഞ നോഡ് കണ്ടോ, ഈ ആൽഫ നോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർ ചെയ്യേണ്ടതാണ്. ആൽഫ നോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്, അപ്പോൾ ഈ ആൽഫയിൽ ക്ലിക്ക് ചെയ്യാതെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് മാറില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ആൽഫയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക, എന്നിട്ട് വലിച്ചു നോക്കുക. കണ്ടോ, ഒപ്പാസിറ്റി കുറഞ്ഞു പോകുന്ന 0 എത്തി. അപ്പോൾ മുന്നോട്ടേക്ക് കയറ്റി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. അത് ചെയ്യരുത്, ബാക്കോട്ട് മാത്രം. നമുക്ക് ഇതിനെ നോഡാക്കി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത്രയും ചെയ്തില്ല, ആൽഫയിൽ ക്ലിക്ക് ചെയ്തു, ഗെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഇവരൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു നോഡിൽ മാത്രം വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. വേറെ ഒന്നും സെലക്ട് ചെയ്ത് ഈ നോഡിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്രോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. മാക്രോ കണ്ടോ, മാക്രോയിൽ ക്രിയേറ്റ് മാക്രോ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് അവിടെ വേണം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഗെയിനാണ് വേണ്ടത് അല്ലേ. നമ്മളിവിടെ കുറച്ചതാണ് ഗെയിനാണ്. അപ്പോൾ ഞാൻ ഗെയിനിലൊന്ന് ക്ലിക്ക് ചെയ്ത്, ഓക്കെ, ഗെയിന് ടിക്കറ്റ് ഓൺ ചെയ്തിട്ടോ. ഈ ഗെയിൻ്റെ പേരൊന്ന് മാറ്റിയിട്ട് ഒപ്പാസിറ്റി എന്നാക്കി കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ നീക്കുന്ന സമയത്തിന് ഗെയിൻ നല്ല ഒപ്പാസിറ്റി എന്നാണ് കാണുക, ബാക്കി നോഡുകളൊന്നും കാണുകയില്ല. ഓക്കെ, സെറ്റ് അല്ലേ. ഒപ്പാസിറ്റി എന്നാക്കിയിട്ട് അവിടെ ഞാൻ ആ വാല്യൂ മാറ്റിയിട്ട് 1.0 എന്നാക്കി. ഓക്കെ അല്ലേ. ഇനി ഇവിടെ മിനിമം എത്ര വേണ്ടെന്ന് ചോദിച്ചാൽ 0 തന്നെ കൊടുക്കുക. പിന്നെ മാക്സിമം ആണ് ചോദിക്കുന്നത്, അവിടെ കാണാൻ പറ്റും കേട്ടോ. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് ഇവിടെ മാക്സിമം കിട്ടേണ്ടത്. 5 കിട്ടി കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ഒരുപാട് കയറിപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒപ്പാസിറ്റി, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഗെയിനിൽ ഒരു ടിക്ക് കൊടുത്തു, ഒപ്പാസിറ്റി സെലക്ട് ചെയ്തു, 1 മുതൽ 1 വരെ, ഇതിൻ്റെ ഇടയ്ക്ക് 0. ഓക്കെ അല്ലേ, സെറ്റാണ്. ഇനി വേറെ ഒന്നും മാറ്റാനില്ല, ബാക്കിയൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക, ഡാർക്ക് വൂൾഫ് ഒപ്പാസിറ്റി എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എൻ്റെ ഡാർക്ക് വൂൾഫിൻ്റെ ഈ പേര് ഓർത്തുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് എളുപ്പം അതുപോലെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിന് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സേവ് ചേഞ്ചസ് ടു മാക്രോ ടൂൾ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ എവിടെയാണ് സേവ് ചെയ്യുന്നത് ചോദിക്കും. സാധാരണ ഇതിൽ മാക്രോ എന്നുള്ളൊരു ഫോൾഡറാണ് വരിക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്രോയുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് സേവ് ചെയ്യണം കേട്ടോ. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇയാളൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഡിലീറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടേക്ക് ഇതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് അവിടേക്ക് ആ ഡാർക്ക് വൂൾഫ്, ഓക്കെ, അവിടേക്ക് ഞാൻ ഒപ്പാസിറ്റി ആഡ് ചെയ്യണേ. ഒപ്പാസിറ്റി, അപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി ഏത് പേരിലാണോ ക്രിയേറ്റ് ചെയ്ത്, ഡാർക്ക് വൂൾഫുള്ള പേരിലാണ്, അങ്ങനെ ഏത് പേരിലാണോ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പേരിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ സേവ് ചെയ്യാതെ ക്യാൻസൽ അടിച്ച് കളഞ്ഞത്. നിങ്ങൾ നിർബന്ധമായിട്ട് സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒപ്പാസിറ്റി സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ റൈറ്റിൽ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ടാബാണ് കാണാൻ പറ്റുക. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ
ഓക്കെ, കണ്ട 0 ആയി. ഒപ്പാസിറ്റി കൂട്ടാൻ പറ്റും. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്കൊരു മെർജ് നോഡിൻ്റെ ആവശ്യം വിടില്ല. ഒരിക്കലും ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ ഏത് ഡ്രൈവിലേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഡ്രൈവിൻ്റെ പാത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മാക്OS ഇരിക്കുന്ന ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ലൈബ്രറി കാണും. ആ ലൈബ്രറി അല്ല കേട്ടോ, യൂസറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഇവിടെ ഉണ്ടോ, ഡാർക്ക് വോൾഫ് നമ്മളെ യൂസർ നെയിം ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് ഒരു ലൈബ്രറി കാണാൻ പറ്റും. അത് നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഡോട്ടില്ലേ അതൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ അല്ലേ? കമാൻഡ് ഷിഫ്റ്റ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് അപ്പിയർ ആവും. അതിലൊരു ലൈബ്രറി കാണാൻ പറ്റും. കണ്ടോ? ആ ലൈബ്രറിയിൽ കയറി കഴിഞ്ഞാൽ അതിൽ ആപ്ലിക്കേഷൻ സപ്പോർട്ട്, എവിടെ ആപ്ലിക്കേഷൻ സപ്പോർട്ട്, അതിൻ്റെ അകത്ത് ബ്ലാക്ക് മാജിക് ഡിസൈനില്ലേ, നമുക്ക് ജസ്റ്റ് ബി എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ബ്ലാക്ക് മാജിക് ഡിസൈന്, അതിൻ്റെ അകത്ത് ഡാവിഞ്ചി റിസോൾവ്, അതിൻ്റെ അകത്ത് ഫ്യൂഷൻ എന്ന് കാണാൻ പറ്റും. ഫ്യൂഷൻ, അതിൻ്റെ അകത്ത് മാക്രോസ്. ഇതാണ് ആ ഒരു പാത്ത് കേട്ടോ, ഈ കാണിച്ചൊരു പാത്ത്. ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലത്തെ ഒരു ഫയലായിരിക്കും, ഇത് ഓപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ ഡൗൺലോഡ് ഫയൽ നേരെ അവിടുന്ന് നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡറിലേക്ക് ഇടുക. അൺഹൈഡ് ചെയ്തല്ല, ഇനി ഹൈഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമാൻഡ് ഷിഫ്റ്റ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫയലുകളൊക്കെ ഹൈഡ് ആയി പോയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി വിൻഡോസിലാണെങ്കിൽ ഈ ഒരു പാതിലായിട്ട് ഉണ്ടാവുക സി ഡ്രൈവ്, യൂസർ, നിങ്ങളുടെ യൂസർ നെയിം, അതിൽ ആപ്പ് ഡാറ്റ. ഈ ആപ്പ് ഡാറ്റ ഹൈഡ് ആണെങ്കിൽ നിങ്ങൾ അൺഹൈഡ് ചെയ്യണം കേട്ടോ. അതിൽ നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അറിയാമല്ലോ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി റോമിങ്, ബ്ലാക്ക് മാജിക് ഡിസൈന്, ഡാവിഞ്ചി റിസോൾവ്, ഫ്യൂഷൻ, മാക്രോസ്, ഈ മാക്രോസ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫ്യൂഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഇവിടുന്ന് ഈ ഒപ്പാസിറ്റി ഇവിടുന്ന് നോക്കിക്കോ, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഫ്യൂഷനിലേക്ക് ഇട്ട് കൊടുത്താൽ അങ്ങനെയും വർക്ക് ആവും കേട്ടോ. കണ്ടോ? ഈ മെർജ് മാറ്റിയിട്ട് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ, ഇപ്പോഴും സെയിം എഫക്റ്റ് തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ സേവ് ചെയ്തേക്കുന്ന പാത്ത് നമുക്ക് ഈ പാത്തിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. അവിടെ നിന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.